വിദ്യാർത്ഥികളെല്ലാം കൂടെ സ്കൂളിൽ അധികാരം നടത്തിയാൽ എന്തായിരിക്കും സ്കൂളിന്റെ നില? അരാജകത്വം. വിശ്വാസികളെല്ലാം കൂടെ സഭയിൽ അധികാരം നടത്തിയാൽ എന്തായിരിക്കും സഭയുടെ നില? അരാജകത്വം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയുക, രണ്ട് തൂണുകൾ തകർന്നതാണ് എല്ലാറ്റിനെയും അടിത്തറ കൂടിയ പ്രശ്നം. നിങ്ങൾക്കറിയാമോ? ഏദൻ പർദീസയിൽ ജാഗ്രത്യമായ ദൈവതേജസ്സിന്റെ പ്രഭാകാന്തിയിൽ മുങ്ങി മൊഴിയിൽ നിൽക്കുന്ന ഏദൻ പർദീസയിൽ പാപക്കനി പിടിച്ചു കടിച്ച് പാടിച്ച പറ്റി പാപത്തിൽ വീണ ആദം ഹവ്വമാരോട് ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ഇടപെടൽ നടക്കുന്ന രംഗം നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഒരു സെക്കൻഡ് ഞാൻ ഏദനിലേക്ക് ക്ഷണിക്കുകയാണ്. സാത്താനും ഹവ്വയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളൂ? ശരിക്കും നിങ്ങളുടെ വീട്ടിൽ നാട്ടിലോട് ചെല്ലുമ്പോൾ പശുവിന് തീറ്റി കൊടുക്കാൻ തൊഴുത്തിലോട് എന്ന് നിൽക്കട്ടെ, തൊഴുത്തിലോട് എന്ന് കാടി കലക്കി അല്ലെങ്കിൽ പുളിപ്പൊടി പിണ്ണാക്കും കലക്കി പശുവിന്റെ തൊഴുത്തിലോട്ട് അങ്ങോട്ട് വെക്കാൻ ചെന്നപ്പോ ഈ പശു തൊഴുത്തിൽ നിന്ന് ചോദിക്കാൻ, കൊച്ചമ്മേ എന്താ ഒരു വിശേഷം, എപ്പോഴാ വന്നേ, മടക്കട്ടിക്കറ്റ് എപ്പോഴാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ കാണാൻ നിൽക്കുമോ? ഒറ്റ മൃഗം പോലും ഇന്ന് വരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. കാര്യമില്ല. സംസാരിച്ചാൽ തന്നെ നമ്മൾ ആരും അവിടെ ധൈര്യമായി നിൽക്കത്തുമില്ല. കാരണം ഒരിക്കൽ പോലും മൃഗജാലങ്ങളുമായി മനുഷ്യർക്ക് ആശയവിനിമയത്തിന് ശേഷിയില്ല. പക്ഷെ ഔവ്വ അമ്മച്ചി വേദിക്കരികിൽ പാമ്പുമായി സംസാരിക്കുന്ന രംഗം വന്നപ്പോൾ അത്ഭുതപ്പെട്ട് ഓടാഞ്ഞതിന്റെ കാര്യമെന്താ? കാര്യം മറ്റൊന്നല്ല, മനുഷ്യകുലത്തിന് വീഴ്ച ഭവിക്കുന്നതിന് മുൻപ് മൃഗജാലങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭാഷണം എല്ലാം ഒന്നും എഴുതിയിട്ടില്ലെന്ന്, അത്യാവശ്യ സംഭാഷണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. സംഭാഷണം തുടങ്ങുകയാണ്. പാമ്പ് ഇരഞ്ഞടുത്ത് വരുന്നു, ഔവ്വ അമ്മച്ചി വേദിക്കരികിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് കൊച്ചമ്മ വിശേഷം? സംഭാഷണം തുടങ്ങുകയാണ്. നിങ്ങളൊരു പുതിയ താമസക്കാരി ഇവിടെ വന്നിട്ടുള്ള കാര്യം ഈ ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞു. എനിക്ക് വന്നൊന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ബിസി ആയിരുന്നു, നിങ്ങൾ ബിസി ആയിരിക്കുമല്ലോ. ഏതായാലും വേണ്ടില്ല, ഇപ്പോഴാണ് നമുക്ക് ഒത്ത സമയം കിട്ടിയത്. അല്ല, ആരോഗ്യനിലയൊക്കെ എങ്ങനെയുണ്ട്? ഭക്ഷണമൊക്കെ പിടിക്കുന്നുണ്ടോ? അടുത്ത വാചകം, ഈ വൃക്ഷഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സത്യത്തിൽ സഹോദരിമാർ ശ്രദ്ധിക്കണം. അച്ചായന്മാർ മാത്രമുള്ളപ്പോൾ ഒരു പ്രത്യേക വിഷയം വേറെ ആരോ അച്ചായനെ പറഞ്ഞ് ചുമതലപ്പെടുത്തിയിരുന്നു. നിങ്ങളോട് അച്ചായൻ പറയുകയും ചെയ്യും. എന്നാൽ അച്ചായന്റെ അസാന്നിധ്യത്തിൽ നിങ്ങളോട് പറഞ്ഞ പഴയ വിഷയത്തിന്റെ വിശദീകരണം അച്ചായന്റെ അസാന്നിധ്യത്തിൽ മറ്റൊരാൾ വന്ന് നിങ്ങളോട് ചോദിച്ചാൽ മാന്യതയോടെ കൊച്ചമ്മമാരാണെങ്കിൽ എന്താ പറയും? എന്നോടല്ല പറഞ്ഞത്, അച്ചായനോട് പറഞ്ഞു. പുള്ളിയെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് അച്ചായനെ വിളിക്കാൻ പോകും. അച്ചായനെ മാറ്റി നിർത്തി കൊച്ചമ്മ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങിയതായി കുഴപ്പത്തിന് മുഴുവൻ കാരണം. മനസ്സിലായില്ലേ? ദൈവത്തിന് സ്തോത്രം. ഓർക്കില്ല, കുടുംബത്തിൽ ഏദൻ പർദീസയിൽ അധികാരതലം നിഷേധിച്ചതോടുകൂടെ ശാപത്തിന്റെ ശക്തികൾ കുടുംബത്തിൽ ഇരുന്ന് കഴിഞ്ഞ് ചിരിച്ചു തള്ളരുന്ന സഹോദരങ്ങളെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം. അതോടുകൂടെ കുടുംബ തകർച്ച മാത്രമല്ല, സാത്താന്യ ആധിപത്യം കുടുംബത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ ദൈവം അധികാര സ്ഥാനം വെച്ചിരിക്കുന്നു. അധികാര നിഷേധം അതിന്റെ ഫലങ്ങൾ വരുത്തും. നിങ്ങൾക്കറിയാമോ, മക്കൾ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അധികാരത്തിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ അതിന്റെ ഫലം അനന്തര തലമുറകൾ ശരിക്ക് ചുമക്കും. സ്തോത്രം. എനിക്കതിന്റെ വിശദീകരണങ്ങൾ പറയണമെന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു കർത്തദാസൻ അത് വിവസ്ത്രനായി വീഞ്ഞു കുടിച്ച് കിടക്കുന്ന രംഗം മുൻപേ പറഞ്ഞ രംഗം ഓർമ്മയുണ്ടോ? അപ്പൻ ഇരിക്കേണ്ടത് അപ്പനിരുന്നാൽ അപ്പന് കിട്ടേണ്ടത് അപ്പന് കിട്ടും, പട്ടി ഇരിക്കേണ്ടത് അപ്പനിരുന്നാൽ പട്ടിക്ക് കിട്ടേണ്ടത് അപ്പന് കിട്ടുമെന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണേ. ഒരപ്പൻ തന്റെ നില വിട്ടു പെരുമാറിയാൽ പോലും മകൻ അപ്പനോടുള്ള ആദരവിന്റെ അതിർത്തി വിട്ടാൽ അതിന്റെ പരിണിത ഫലം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പേജുകൾ കാണുന്നു. അകത്ത് വിവസ്ത്രനായി അപ്പൻ മദ്യപിച്ച് കിടക്കുകയാണ്. അപ്പൻ ഇങ്ങനെ പറ്റുമോ? പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അകത്ത് എന്ന് മകൻ രംഗം കണ്ടിട്ട് പുറത്തറിയിച്ചു. പക്ഷെ ഈ വാർത്ത അപ്പന്റെ ചെവിയിലെത്തി. അപ്പന്റെ അധരം വിതുമ്പി കണ്ണുകൾ നിറഞ്ഞൊഴുകി. പറഞ്ഞ വാക്യം, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് ആത്മദാസനാണ്. നിങ്ങൾക്കറിയാമോ, കനാന്യ സന്തതികൾ കുടികയറിയ സ്ഥലമാണ് ആത്മ, സെബോയി, സൊദോം, ഗൊമോറ മേഖലകൾ. ആകാശത്ത് നിന്ന് ഗന്ധകം പെയ്തിറങ്ങി കത്തിച്ചൊളിച്ച് കനാന്റെ അവകാശം ഒരു പിടി ചാമ്പലായി മാറുമ്പോൾ അതിന്റെ പുറകിൽ ഒരപ്പന്റെ കണ്ണുനീരുണ്ടെന്ന് മാർക്കരുത്. സുഹൃത്തെ, നിങ്ങൾ ആരായാലും, നിങ്ങൾ ഏത് നിലയിൽ കഴിഞ്ഞാലും, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെയും ശിക്ഷാവിധിയുടെയും പുറകിൽ ചില പ്രത്യേക പദങ്ങളും ശബ്ദങ്ങളും വ്യാപരിക്കുന്നു. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം.
ഒരു ചെറുപ്പക്കാരൻ, ആ വീട്ടിലെ ഏക മകൻ, ഓമനിച്ച് വളർത്തപ്പെട്ട ഏക മകൻ. അവൻ തന്റെ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റത്തിന്റെ തലേരാത്രി പട്ടണത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പഴയ സ്കൂട്ടർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന സമയം ഒരു ദൈവത്തിന് സ്തോത്രം ബൈപ്പാസ് റോഡിൽ വെച്ച് എതിർവശത്ത് കൂടെ വന്ന ഒരു വണ്ടി ഇദ്ദേഹവുമായി കൂട്ടിയിടിച്ചു. ഈ ചെറുപ്പക്കാരൻ സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് അടുത്ത പുൽക്കൂട്ടിലേക്ക് പുൽമാലിയിലേക്ക് പോച്ചെന്നുകയും രാത്രിയാണ്. ആരും ശ്രദ്ധിച്ചില്ല. അവിടെ കിടന്ന് പിടച്ച് ഞരങ്ങി ചോരവാതി കിടക്കുന്നു. വെളുപ്പിന് 4 മണി. മീൻപിടുത്തക്കാർ ഇറങ്ങിയപ്പോൾ ഒരു ശബ്ദം. അവർ ശ്രദ്ധിച്ചപ്പോൾ ചോരയിൽ കുളിച്ചൊരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. പെട്ടെന്ന് തന്നെ അടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. ആൾ മരിച്ചു. ആളിന്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് വരികയാണ്. ആ വീടിന്റെ പരിസരം ഇളകി നിൽക്കുകയാണ്. ജനമഹാസമുദ്രമാണ് അവിടെ. ഡെഡ് ബോഡി വീട്ടിലോട്ട് കയറ്റി വെച്ചിരിക്കുന്ന സമയം കണ്ണുനീരിൽ കുതിർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അപ്പനും അമ്മയും ഈ ബോഡിയുടെ പുറത്തേക്ക് കവണുവീണ് കിടക്കുന്നു. അലറിക്കരയുന്ന കുടുംബാന്തരീക്ഷം. നാട്ടുകാർ മുഴുവൻ കണ്ണുനീരിൽ കുതിർന്നു നിൽക്കുന്ന രംഗം. ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ജനക്കൂട്ടത്തിന് മധ്യത്തിൽ 94 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ പിതാവ് പറയുന്നു, പാസ്റ്ററെ, ഇതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്, അതറിയാമോ? എന്റെ സ്നേഹിതനായിരുന്നു ആ ശവത്തിന്റെ മുകളിലേക്ക് വീണ് കിടക്കുന്ന അവന്റെ അപ്പൻ എന്റെ അടുത്ത സ്നേഹിതനായിരുന്നു. നാട്ടിൻ പുറത്ത് നല്ല വീടും ക്രമീകരണങ്ങളുമായി സമാധാനമായി ജീവിച്ചു വരവെ ഭാര്യ മരിച്ച ദുഃഖ സമയത്താണ് ഈ ഏക മകൻ വിവാഹം കഴിച്ച് ആ വീട്ടിൽ പെൺകുട്ടിയുമായി എത്തിയത്. ദിവസങ്ങൾ കഴിഞ്ഞതോടെ മകനും മരുമകളും കൂടെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, ഈ വീടും പുരയിടവും ഇത്രയും പണിക്കാരുമായിട്ടൊക്കെ കഷ്ടപ്പെടാൻ ഈ കാലത്ത് ആർക്കാ കഴിയുന്നേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് വിറ്റിട്ട് പട്ടണത്തിലേക്ക് പോയി അല്പം നല്ലൊരു സൗകര്യത്തിൽ ഒരു നല്ല വീട് പണിത് മാന്യമായി കഴിയാം. ഞങ്ങൾ അപ്പച്ചനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അപ്പച്ചനെ കുറിച്ചുള്ള ഈ നല്ല വാക്കുകളുടെ ചക്കര വാക്കിൽ മനം മയങ്ങി അപ്പച്ചൻ വീടും പുരയിടവും വിൽക്കാനുള്ള അധികാരം മകനെത്തി കൊടുത്തു. അങ്ങനെ വീടും പുരയിടവും വിറ്റു. പുത്തൻ വസ്തുവും ക്രമീകരണവും വാങ്ങിച്ചതോടുകൂടെ വിദഗ്ധനായ മകൻ സ്വന്തം പേരിൽ മാത്രം അപ്പനെ ഒഴിവാക്കിക്കൊണ്ട് ആധാരം ചമച്ചു. ക്രമീകരണങ്ങൾ മുൻപോട്ട് പോയി. വാർദ്ധക്യത്തിന്റെ ബലഹീനതകൾ വർദ്ധിച്ചപ്പോഴേക്കും ഇരിക്കുന്നിടത്ത് മൂത്രമൊഴിക്കുകയും കാച്ചിയെണ്ണയുടെ മണം ഉയരുകയും കാപ്പിച്ചുതുപ്പലൊക്കെ കൂടിയപ്പോൾ ഇപ്പോൾ സകലത്തിലും മകന് കോപം തുടങ്ങി. അന്നൊരിക്കൽ മുറിക്കകത്തി ബലഹീനനായ പിതാവ് ഇരിക്കുന്ന സമയം അടുക്കള വഴി എവിടെയോ പോയിട്ട് വന്ന മകൻ കോപം തുടങ്ങിയാൽ പിന്നെ ചിലരെ പോലെ ഈ മകൻ ആകെ ഓട്ടം തുള്ളല് തന്നെ പണി. എന്തായാലും വീട്ടില്ല. എന്തോ കേട്ട് ഇദ്ദേഹം നേരെ അപ്പന്റെ മുറിക്കകത്തേക്ക് വരികയാണ്. കട്ടിലിൽ ക്രാസിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധനായ മനുഷ്യന്റെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അലറിക്കൊണ്ട് ഈ മകൻ പറഞ്ഞു, ഓ, കാലന് പോലും വേണ്ടല്ലോ. ചങ്കിൽ ചാട്ടുളി പോലെ കയറിയ വാക്ക്. 90-ലധികം വയസ്സ് പ്രായമുണ്ടെങ്കിലും ആർജവം കൈവിടാത്ത അപ്പൻ പറഞ്ഞു, മോനെ, നീ എന്താ പറഞ്ഞേ? എന്നെ കാലന് വേണ്ടെന്നോ? ഇല്ലടാ, ഇനി ഞാൻ നിന്റെ കൂടെ താമസിക്കില്ല. ഞാൻ ഇവിടുന്ന് യാത്രയാകുക. അപ്പോഴേക്കും വിറച്ചുകൊണ്ട് അപ്പൻ വീടിന്റെ പടിക്കെട്ടിറങ്ങി. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഇന്ന് വൈകിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, എന്തെങ്കിലും ഒന്ന് തന്നേര്. കരിച്ചു തുള്ളി നിൽക്കുന്ന കോപാക്രാന്തനായി നിൽക്കുന്ന ഈ മകൻ അകത്തോട്ട് കയറി ഒരു കാലി അരിച്ചാക്കെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വേണ്ട, എവിടെയെങ്കിലും കൂടെ കിട. ഇത് പിടിച്ചുകൊണ്ട് ഈ പിതാവ് ഒന്ന് തിരിയുന്ന വേളയിൽ നനഞ്ഞൊഴുകുന്ന കണ്ണുകളോട് നോക്കുമ്പോ 2 വയസ്സുകാരൻ മകൻ, ഈ മകന്റെ മകൻ ചാടിക്കളിക്കുന്നു. തിരിഞ്ഞു നിന്നുകൊണ്ട് അപ്പൻ പറഞ്ഞു, മോനെ, ഈ കുഞ്ഞിനെ കൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്ന് ഓർക്കണം. ആ 94 വയസ്സുകാരൻ കണ്ണ് നനഞ്ഞുകൊണ്ട് പറയും, എന്റെ സ്നേഹിതന്റെ മകനാ ഈ ഡെഡ് ബോഡിയുടെ മുകളിൽ കുനിഞ്ഞു കിടക്കുന്ന ആ കുഞ്ഞിന്റെ അപ്പൻ. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മാതാപിതാക്കളോട് നാം ഇന്ന് ചെയ്യുന്നത് നാം വിതയ്ക്കുന്നതാണ്. അതിന്റെ പരിണിത ഫലം നാളെ നാം കൊയ്യും എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ഇത് ഉപവാസം കൊണ്ട് മാറുകയില്ല, ഇത് സ്തോത്രയാഴ്ച കൊണ്ട് മാറില്ല, ഇത് അന്യഭാഷ കൊണ്ട് മാറില്ല. മനസ്സിലാക്കി ഒഴിയുന്ന ദൈവമക്കൾ
പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ അധീശത്വം വരുമാനം അനുഭവിക്കുന്നവർ വീട്ടിൽ അനുഭവിക്കുക ഒരു സ്വാഭാവിക കാര്യമാണ്. വെസ്റ്റേൺ പശ്ചാത്തലത്തിൽ സഹോദരിമാർക്കാണ് സഹോദരന്മാരെക്കാൾ വരുമാനം കൂടുതലാകാനുള്ള സാധ്യത. അങ്ങനെ കൂടുതൽ വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സഹോദരിമാർ അച്ചായന്മാരെ മൂക്കോണ്ട് ഇച്ഛ എന്ന കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ അല്ലെങ്കിലും പലർക്കും എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ആഴത്തിലൊന്ന് ചിന്തിക്കണം. നിന്റെ കുടുംബത്തിന്റെ പുറകിൽ ഒരു അധികാര സ്ഥാനം ദൈവമാക്കിയിരിക്കുന്നു. ആ അധികാര സ്ഥാനത്തിലുള്ള നിഷേധം അതിന്റെ പരിണിത ഫലം കൊയ്യുന്നവർക്കണം. മറക്കരുത്. നിന്റെ ഭർത്താവിനോടുള്ള നിന്റെ ധിക്കാരപരമായ സമീപനം നിന്റെ മുൻപിൽ ഒരിക്കലും വിധേയപ്പെടാത്ത അടുത്ത ജനറേഷനിൽ നിന്ന് ജന്മം കൊള്ളും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വാക്യങ്ങളുടെ വെളിച്ചത്തൊക്കെ തെളിയിക്കണമെന്നുള്ള സമയത്ത് ഞാൻ ഭയപ്പെടുക. ഒരു വസ്തുത ഓർക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരമ്മ പൊട്ടിത്തെറിച്ചിട്ട് പറയുക, തിന്ന് പുനത്ത് വരിക എന്നല്ലോടാ, എന്തിന് കൊള്ളാടാ നിന്നെ കമ്പ്യൂട്ടറും ടിവിയുമായി നടക്കുന്നു, വെട്ടി അറുത്താൻ 4 പേരൊക്കെയുണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെട്ടി അമ്മയെ കലറില്ല. ചെറുക്കാൻ അങ്ങനെയാണല്ലോ. ഒരു നില കഴിഞ്ഞാൽ പിന്നെ വിടുമല്ലോ. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ അറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഇവൻ വൈകിട്ട് ഉറങ്ങാൻ രാവിലെ കോപമൊക്കെ അടങ്ങിയ അമ്മ രാവിലെ മോനെ എന്ന് പറഞ്ഞ് കഥയിൽ നിന്ന് കൊട്ടിയപ്പോ മുറിക്കകത്ത് കുഞ്ഞില്ല. 12 വയസ്സുകാരൻ കുഞ്ഞ, മുറിക്കകത്ത് കുഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. മോനെ എന്ന് പറഞ്ഞ് അമ്മ പുറത്തേക്ക് വിളിച്ചപ്പോ പുറത്തും കാണുന്നില്ല. വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നോക്കിയപ്പോൾ ജനലിക്കൂടെ കാണുന്നുണ്ട് തേക്കുമരത്തിൽ 2 കാല് തൂങ്ങിക്കിടക്കുന്നു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച 12 വയസ്സുകാരൻ തേക്കുമരത്തിൽ കെട്ടി ഞാണ് കിടക്കുകയാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, സമചിത്തത വിട്ടങ്ങ് അലറി അങ്ങോട്ട് ചെന്ന് മോഹാത്സ്യപ്പെട്ടങ്ങ് വീണു. അല്പനേരം എഴുന്നേറ്റിരുന്നത് പോലെ കരഞ്ഞതിന് ശേഷം കണ്ണു തുറന്ന് നോക്കിയപ്പോ തൊട്ട് താഴെ ഒരു കല്ലിന്റെ പുറത്ത് ഒരു പേപ്പർ വെച്ചിട്ട് അതിന്റെ പുറത്ത് ഒരു കല്ല് വെച്ചിരിക്കുന്നു. ആ പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ എഴുതിയ വാക്യങ്ങളാണ്: അമ്മയ്ക്ക് എപ്പോഴും പൊട്ടിത്തെറിയല്ലേ ഉള്ളൂ, എന്നോടും പപ്പായോടും സമാധാനമായി അമ്മ സംസാരിച്ചിട്ട് എത്ര നാളുകളായി, എപ്പോഴും പൊട്ടിത്തെറിയല്ലേ ഉള്ളൂ. അമ്മ പറഞ്ഞില്ലേ അറുത്ത് മുറിച്ചാൽ 4 പേരൊക്കെ ഉണ്ടെന്ന്, വേണ്ട കണക്കൊന്നും അറുത്ത് മുറിച്ചിട്ട് പറഞ്ഞതോ. ഇന്ന് രാത്രി പെന്തക്കോസ്തിന്റെ സമൂഹം ആഴത്തിൽ ചിന്തിക്കണം. നിന്റെ ഭർത്താവ് പൊട്ടനാണെങ്കിലും 4 അക്ഷരം കൂട്ടി വായിക്കാൻ അവന് കഴിവില്ലെങ്കിലും ബഹുനില ബംഗ്ലാവിന്റെ ഓണമല്ലെങ്കിലും കൊടിയ വരുമാനമാർഗം നിന്റെ വീട്ടിലില്ലെങ്കിലും വിശുദ്ധ സ്ഥലത്ത് ദൈവസന്നിധിയിൽ തൃത്വത്തെ ആധാരമാക്കി എടുത്ത ഉടമ്പടിയുടെ ലംഘനം നിന്റെ കുടുംബത്തിൽ നടന്നാൽ അതിന്റെ പരിണിത ഫലം നിന്റെ തലമുറ കൊയ്യുമെന്ന് മറക്കരുത്. നിന്റെ കുടുംബത്തിന്റെ പുറകിൽ ശിക്ഷാവിധിയായിരിക്കും. ഞാൻ രാത്രി ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളിലേക്ക് നോക്ക്. ഞാൻ ഇതിലേക്ക് ചില നാളുകൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൽ കയറേണ്ടതിന് ഇൻഡോറിലെത്തി. ഇൻഡോറിൽ എയർപോർട്ടിൽ തന്നെ സ്വീകരിച്ചിട്ട് ഒരു ചില മണിക്കൂറുകളുടെ വിശ്രമത്തിലേക്ക് കൊണ്ടുപോയി ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എന്നെ അറിയുന്നു. ഞാൻ പറഞ്ഞ അറിയില്ല. പാസ്റ്ററെ അടുത്ത് നടന്ന ഒരു മരണത്തോട് ബന്ധപ്പെട്ട കേസിൽ 1ാമത്തെ പ്രതിയാകാൻ സാധ്യതയുള്ള ആളായിരുന്നു ഞാൻ. അപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളറിഞ്ഞത്. അന്ന് നടന്ന കൊലപാതകം വെളുപ്പിനെ 4 മണിക്ക് ഭർത്താവിനെ കാമുകനെ വിളിച്ചു വരുത്തി കമ്പിവടി കൊണ്ട് തല്ലിക്കൊന്നതിന് ശേഷം സ്വന്തം ഭർത്താവിന്റെ മരണം ഉറപ്പാക്കാൻ നീളമുള്ള സ്ക്രൂ ഡ്രൈവർ കൺപുരിയങ്ങളുടെ ഇടയിലേക്ക് ഭാര്യ IPC-കാരിയായ അന്യഭാഷ പറഞ്ഞ പെന്തിക്കോസ്തുകാരി പിടിച്ചു കൊടുക്കുകയും കാമുകനായ ഒരു ചെറുപ്പക്കാരൻ മറുവശത്തു കൂടെ ഇത് നെറ്റിയുടെ നടുവിലൂടെ അടിച്ച് തലയുടെ മറുവശത്തിറക്കുകയും ചെയ്യും. ആ സംഭവത്തോട് ബന്ധപ്പെട്ട് അവൻ അന്ന് ഉപയോഗിച്ച ചുറ്റികയും സ്ക്രൂ ഡ്രൈവറും ഒരു മാൻഹോളിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ അവൻ അവിടേക്ക് പോകാൻ ഉപയോഗിച്ച സ്കൂട്ടർ എന്റെ സ്കൂട്ടർ ആയതുകൊണ്ട് ആദ്യമായി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. പിന്നീട് സംഭവത്തിന്റെ ചുള്ളം നിങ്ങൾ ഓർക്കണം. വെളുപ്പിനെ 4 മണിക്ക് കാമുകനെ വിളിച്ചു വരുത്തി സ്വന്തം ഭർത്താവിനെ കമ്പിവടി കൊണ്ട് തല്ലിക്കൊല്ലുമ്പോൾ പിഴയ്ക്കാതിരിക്കാൻ